സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോൾ മീ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗൈസ് ഇന്തോനേഷ്യയിൽ നമ്മളിപ്പോൾ ഒരു കമ്പനിയൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അതായത് ഒരു മണലൊക്കെ തന്നെ ഇറക്കുന്ന ഒരു കമ്പനിയാണ് ഈസ്. അപ്പോൾ നമ്മളിന്നൊരു ഓഫ് റോഡ് സ്ഥലത്താണ് ഈസ് പോകുന്നത്. ഞാനിപ്പോൾ ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ കണ്ടാണ് ഈസ്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ വേറെ ഒരാളും ഉണ്ട് ഈസ്. അത് ഷിൻജാനാണ് ഈസ്. അവനാണെങ്കിൽ ഇന്ത്യയിൽ നിന്നൊക്കെ തന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഷിൻജാനാണെങ്കിൽ പറഞ്ഞിട്ട് കുറച്ച് ദിവസം ആയതേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഷിൻജാൻ്റെ സ്കൂളൊക്കെ തന്നെ കുറച്ച് ദിവസം മുമ്പ് അടച്ചതേ ഉള്ളൂ ഈ ഷിൻജാൻ പറഞ്ഞത്. നമ്മളെ ഷിൻജാൻ എന്തോ പറയുന്നുണ്ടേ. ഷിൻജാനെ കാര്യമൊന്നുമില്ലടാ, നമ്മളിപ്പോൾ ഒരു മണലിൻ്റെ ഫാക്ടറിയൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു സ്ഥലത്ത് പോയി മണലിറക്കണം. അതാണ് നമ്മുടെ ജോലി. പിന്നെ ഗൈസ് ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ലെഫ്റ്റിലോട്ടാണ് ഈ പോകേണ്ടത്. ഇവിടെ വരുവാണെങ്കിൽ സ്നോ എക്സിറ്റ് പറയുന്നൊരു ബോർഡുണ്ട് ഗൈസ്. അവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റിലോട്ടാണ് ഈ പോകേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും ഞാൻ വീഡിയോ എടുക്കുവാണെങ്കിൽ വരുന്ന അത് ഗൈസ് മഴയൊക്കെ തന്നെ പെയ്യുന്നുണ്ട് ഗൈസ്. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് മഴയൊക്കെയാണ് ഗൈസ് പെയ്യുന്നത്. എന്തോ കഷ്ടമെന്ന് പറയണേ ഗൈസ്. ഓക്കെ, ഈ മഴയാണെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്തേ വരത്തുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോവാം ഗൈസ് വണ്ടിയും കൊണ്ട്. ഷിൻജാനെ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ? ഓക്കെ, സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിരുന്നു. അല്ലെങ്കിൽ ഇത് ഓഫ് റോഡിൻ്റെ സ്ഥലമാണ്. എന്നെക്കുറിച്ച് ഇതിനൊക്കെ അറിയാമല്ലോ എൻ്റെ ഡ്രൈവിങ്. ഓക്കെ, അപ്പം നമുക്കിങ്ങനെ പോവാം ഗൈസ്. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് കുറച്ച് ദൂരമൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു കിടില ഹെവി ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഗൈസ്. അപ്പം വേറെ ഏതെങ്കിലും വണ്ടിയും കൊണ്ട് വരണമെങ്കിൽ നിങ്ങൾ പറയണം ഗൈസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ വണ്ടിയുണ്ട് ഗൈസ്. ഇവിടുന്ന് വണ്ടി വരുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ഓവർടേക്ക് ചെയ്യേണ്ടതേ. അവിടെ ഷിൻജാൻ ഇവിടെ ഇങ്ങനെയൊക്കെ ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂടാ. കാര്യം എന്തോ കണ്ടോ, ഇങ്ങനെ വണ്ടിയൊക്കെ പോകുന്നത് കണ്ടോ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഓവർടേക്ക് ചെയ്യാൻ പറ്റൂ. ഓക്കെ ഐസ്, അപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് ഓടിച്ച് ഇപ്പോഴും നമ്മുടെ വണ്ടിയുടെ ലൈഫ് 99. കുറയാതിരുന്ന കൊള്ളായിരുന്നു ഗൈസ്. ഒരു 50-ൻ്റെയൊക്കെ താഴെ പോയാൽ നമ്മുടെ പണി പോകും ഗൈസ്. അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ തന്നെ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഈ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു വണ്ടി പോയി ഇടിച്ചിട്ടുണ്ടായിരുന്നു ഈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ ഗൈസ്. അപ്പോൾ ഷിൻജാനൊക്കെ തന്നെ ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഈ ചെറുക്കനുള്ളതുകൊണ്ടാണ് ഈ നമ്മൾ മുമ്പേ ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ. എൻ്റെ പൊന്നടാവേ, അവിടെ ഷിൻജാനെ കൊല്ലാനൊന്നും കൊണ്ടുപോയില്ലടാ, ചെറുതായിട്ടൊന്ന് കൺട്രോൾ പോയതാ. അപ്പോൾ ഈ ആ ചെറുക്കനൊന്നും പറഞ്ഞില്ല ഗൈസ്. ഓക്കെ, നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഗൈസ് 69 ആയി ഗൈസ്. ഇനി ഇതും കൂടി കഴിയുവാണെങ്കിൽ ഗൈസ് നമ്മുടെ എഞ്ചിൻ്റെ സ്പീഡ് പതുക്കെ കുറഞ്ഞു വരും. ഓക്കെ, നമ്മുടെ ഷിൻജാൻ എന്തോ പറയുന്നൊക്കെ തന്നെ ഉണ്ട് ഗൈസ്. ഓക്കെ, എന്തുവെന്ന് നമുക്ക് നോക്കാം. ആ പാടിക്കോടെ ഷിൻജാനെ, ഒരു പ്രശ്നമില്ല, നീ പാടിക്കോ. കാത്തിരുന്ന പൈതലേ, എന്റെ കാവിരിത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ, നീ വന്നതെന്തിനും നീ പോയതെന്തിനും, നീ വന്നതെന്തിനും നീ പോയതെന്തിനും, നീ വന്നാലും പോയാലും മതിയുടെ ഷിൻജാനെ, മതി 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 മതി. ഇവനിനി മിണ്ടാതിരുന്നാൽ മതി ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഷിൻജാൻ്റെയൊക്കെ പാട്ട് നിങ്ങൾ കേട്ടല്ലേ ഗൈസ്. എൻ്റെ ഇച്ചിരി അടുത്ത കിളി പോയി ഗൈസ്. അപ്പം നമ്മൾ വേണ്ട നമ്മുടെ വണ്ടി തോട്ടിലൊക്കെ തന്നെ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. എന്നാലും നമ്മുടെ വണ്ടി തോട്ടി ഇറങ്ങിയാലും പ്രശ്നമൊന്നുമില്ല ഗൈസ്, പോവുകയൊക്കെ ചെയ്യും ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈഫൊക്കെ തന്നെ 61 ഗൈസ്. അത് കുറയില്ല ഗൈസ്, അതിനിയും കുറഞ്ഞ് നമുക്ക് പണി വാളും ഗൈസ്. അപ്പോൾ നമുക്കിനി കുറച്ച് ദൂരം കഴിഞ്ഞിട്ടാണ് ഗൈസ് ഇനി ഗൈസ് ഇവിടെ റിസ്ക് പിടിച്ച കാലമുണ്ട് ഗൈസ്. നമുക്ക് നേരെ പോകാം, പക്ഷെ നമ്മൾ ഈ പാലത്തിൽ കൂടെയാണ് ഗൈസ് പോകുന്നത്. ഇത് കുറച്ച് റിസ്ക്കാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ബാക്കിൽ പോകുന്നുണ്ട്. എൻ്റെ പൊന്നു ഗൈസ്, ആ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി കൊളുത്തി ആ ഒരു ഇത് വീണ് ഗൈസ്. എൻ്റെ പൊന്നെ, അത് ഗൈസ് ഒന്നാമതേ അതിങ്ങനെ ആടി പോകണം ഗൈസ്. അതങ്ങനെ വീണിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ നമ്മളിങ്ങനെ കുളത്തി കിടക്കും ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി ഇടാം ഗൈസ്, ഒന്നും കാര്യമൊക്കെ ഉണ്ട്. എന്തുപോലും ഇപ്പോൾ കണ്ടല്ലോ ഗൈസ്, ഒരു ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലമൊക്കെ തന്നെയാണിത്. പക്ഷേ നമുക്ക് ഡേഞ്ചറൊന്നും അല്ലെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പം നമ്മുടെ ഷിൻജാൻ അവിടെ ഉറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഷിൻജാൻ കിടന്നങ്ങ് ഉറങ്ങി ഗൈസ്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഗൈസ്. ആ ചേർക്ക് ഇനി ഓർക്കത്തില്ലല്ലോ. അപ്പോൾ ഗൈസ് ഇനിയും കുറച്ച് ദൂരം കൂടിയുള്ളൂ നമ്മുടെ ഫാക്ടറി എത്താം. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ ഫാക്ടറിയൊക്കെ തന്നെ എത്താറായിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഷിൻജാൻ നിന്നിച്ചിട്ടുണ്ട് ഗൈസ്. അവൻ എന്തൊക്കെ ചോദിക്കുന്നുണ്ട് ഗൈസ് നമ്മുടെ അടുത്ത്, നമുക്ക് കേട്ട് നോക്കാവേ. എടാ ഷിൻജാനെ, നമ്മളിപ്പോൾ നമ്മുടെ ഫാക്ടറിയുടെയൊക്കെ തന്നെ അടുത്തെത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫാക്ടറിയുടെയൊക്കെ അടുത്തെത്താറായിട്ടുണ്ട്. അതേശം ഒരു മരം മുറിക്കുന്ന ഒരു ഫാക്ടറിയിലാണ് നമുക്കിത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഞാൻ പറപ്പിച്ച് പോവുകയാണ് ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാറുകാരൻ വന്ന് അവിടെ നിൽക്കുകയാണ് ഗൈസ്. അവനെ ഇടിച്ചിട്ട് ഗൈസ്. ഓക്കെ, ഇവിടെ ഫ്രണ്ടിൽ ഒരു ഓമിനി പോകുന്നുണ്ട് ഗൈസ്. അതിനെ ഓവർടേക്ക് ചെയ്യാൻ നോക്കുവാണ് ഗൈസ് ഞാൻ കുറേ നേരം കൊണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോ കല്ലും ഓരോ പോസ്റ്റും ഒക്കെ വരുവാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു മാപ്പൊക്കെ എടുക്കേണ്ടതെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗൈസ്, ഒരു മോഡ് ബസ്സിൽ
ലൊക്കാസി എന്ന് പറയുന്ന ഒരു ആപ്പ് എടുത്തിട്ട് ഗൈസ് അതിൻ്റെ ഫസ്റ്റ് കാണുന്ന മോഡാണ് ഗൈസ്. നിങ്ങളൊന്ന് എടുത്തു നോക്കിയോ ഗൈസ്, സെറ്റ് മോഡാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് കളിച്ച് നോക്കേണ്ടത് മസ്റ്റാണ്. അല്ലാടാ ഷിൻചാൻ, എനിക്ക് വല്ലതും പറയാനുണ്ടോ? അപ്പോൾ ഈ നമ്മുടെ ഷിൻചാനൊക്കെ തന്നെ സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. പിന്നെ അടുത്ത വീഡിയോയിൽ നമ്മുടെ ഷിൻചാനെ വേണമെന്ന് നിങ്ങളൊന്ന് പറയണം ഗൈസ്. പിന്നെ ഗൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥലത്തൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെയാണ് ഗൈസ് മണൽ ഇറക്കി കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഇറക്കി കൊടുത്താൽ മതി ഗൈസ്. നമ്മുടെ ഇന്നത്തെ ജോലിയൊക്കെ തന്നെ കഴിയും ഗൈസ്. ഇതൊരു മഴ മുറിക്കുന്ന ഫാക്ടറിയാണ് ഗൈസ്. ഓക്കെ, ബാക്കി അവിടെയുള്ള വണ്ടിയൊക്കെ തന്നെ നിർത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്കിവിടെ മണൽ ഇറക്കി കൊടുക്കണം ഗൈസ്. അപ്പം നമുക്ക് എവിടെ മണൽ ഇറക്കേണ്ടതെന്ന് ഞാൻ നോക്കട്ടെ ഗൈസ്. ഓക്കെ, കുറച്ചും കൂടി മുമ്പിലാണ് ഗൈസ് നമുക്ക് ഇറക്കി കൊടുക്കേണ്ടത്. അവിടെ ഒരു ഗ്യാരേജ് ഉണ്ട്, അവിടെയൊക്കെ ഇറക്കി കൊടുത്താൽ മതി ഗൈസ്. അതുകൊണ്ട് ആ കാണുന്നതാണ് ഈ മരമൊക്കെ കിടക്കുന്നതാണ്. അവിടെയാണ് നമുക്ക് കൊണ്ട് ഈ മണലൊക്കെ തന്നെ ഇറക്കി കൊടുക്കേണ്ടത്. അപ്പം ഞാൻ പോയി ഇറക്കി കൊടുത്തിട്ട് വരാം ഗൈസ്. നമുക്ക് വണ്ടി നമ്മുടെ റിവേഴ്സ് എടുക്കാം ഗൈസ്. പതുക്കെ നമ്മൾ റിവേഴ്സൊക്കെ എടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ നമ്മുടെ ഭാരത് വൻസ് നമ്മുടെ ഷിൻചാനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം ഗൈസ് നമ്മുടെ കമൻറ്റ് ബോക്സ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ തീർക്കണം. അതൊരു ബൈ.